കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. അവൈലബിൾ നൗ ഓൺലി ഇൻ UK, ന്യൂസിലാൻഡ് ആൻഡ് സിംഗപ്പൂർ. അവര് പറഞ്ഞു ഫോം ഫില്ല് ചെയ്തിട്ട് ക്യൂവിന്റെ പുറകെ പോയി നിൽക്കാൻ പറഞ്ഞു. US പോലും ഇല്ല ഇത്രയും ക്വസ്റ്റ്യൻസും സംഭവങ്ങളൊക്കെ. കുറെ യൂട്യൂബേഴ്സ് ഇവിടെ വന്നിട്ട് ഇമിഗ്രേഷൻ ഭയങ്കര ചൊറയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ ഫോണിന്റെ ക്യാമറ അടിപൊളിയാണ് കേട്ടോ, കിടിലൻ ക്യാമറയാണ്. അതുപോലെ താഴെ നോക്ക്, വെള്ളത്തിന്റെ കളർ നോക്ക്. മഴ പെയ്യുന്നു, അതേപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്. കണ്ടോ, പ്രൈവറ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പല സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് പഴുത്ത പഴം, അത് ചെറുപഴമാണ്. ഫ്രണ്ടിൽ തൂക്കിയിടണം. എന്തിന്? അവിടെ വൈകിട്ട് പിക്ക് ചെയ്യാൻ ചെല്ലുമ്പം ഇത് നോക്കിയിട്ട് അവര് വോക്കി ടോക്കിയില് ആളെ വിളിക്കുന്ന ക്ലാസ്സിൽ നിന്ന്. ഓ, അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോഴേ അവര് കുട്ടികളെ വിളിച്ചുകൊണ്ട് പുറത്ത്. ശരിയാ, ഓക്കെ. അത് ഋഷിനെ വിളിക്കാൻ പോകുമ്പോഴും അതുപോലെ ചെയ്യുന്നവര്. ശരിയാ. പക്ഷെ നമ്മള് പേരൊന്നും എഴുതി തൂക്കണ്ട, നമ്മളവിടെ ചെല്ലുമ്പോഴേ അവർക്ക് അറിയാം ഋഷിയുടെ അച്ഛനും അമ്മയാണെന്ന്. ഏത് വണ്ടിയാണെന്നുള്ളത് അവർക്ക് അറിയണം. ഇപ്പൊ ഞാൻ ഡ്രൈവർ പോകുമ്പോൾ അവർക്ക് ഓൾറെഡി പെർമിഷൻ കൊടുക്കണം. ഇന്നാള് വരുന്നുണ്ട്, ഇന്നാളാണെന്നുള്ള ഞാൻ ഓതറൈസ് ചെയ്ത്. ശരി, ആ കാപ്പി എടുക്കാൻ മറക്കണ്ട, ഇല്ലെങ്കിൽ അത് മേളി മൊത്തം ആവും. അത് അതെ അതെ അതെ, ഫോണാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിതിങ്ങനെ ബോണത്തേലും അവിടെ ഇവിടെയൊക്കെ മീനായിക്കൊക്കെ അത് വഴിയുള്ള മീന ഇവിടുന്ന് വണ്ടി വിട്ട് പോയിട്ട് ഞാൻ കുടയൊക്കെ വഴിന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള കുട വഴി കിടക്കുന്നത്. ഹലോ ഗൈസ്, ഞങ്ങള് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോകണം. ഹലോ പ്ലസ്, ഹലോ ഹലോ, ഹായ്, ഹൗ ആർ യു? I like your uniform. Your uniform കൊള്ളാം. If you're wondering why I'm barking, it's because I have the dog filter on the phone. Okay. സ്കൂളാണത്. ഇത് സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട്, അതായത് വീടിനടുത്താണ് സ്കൂളെന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ് വരൂല, നമ്മൾ കൊണ്ടുവിടണം. അങ്ങനെയാണോ? 5 മൈൽ ദൂരെ ആണെങ്കിൽ മാത്രമേ സ്കൂൾ ബസ് വരൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അയ്യോ, എൻ്റെ കൊള്ളാം. എൻ്റെ സ്കൂളിൽ ഞാനിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ രാവിലെ സ്കൂളിൽ പോകും, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിൽ വരും, പിന്നെ സ്കൂളിൽ പോകും. വീട്ടിൽ വന്ന് കഴിച്ചിട്ട് എൻ്റെ വീട് അത്ര അടുത്തായിരുന്നു, വെരി ക്ലോസ്, 5 മിനിറ്റ് നടന്നാൽ മതിയായിരുന്നു. അപ്പം ഞാനവിടെ ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കാൻ വീട്ടിൽ പോകും, തിരിച്ച് വീണ്ടും സ്കൂളിൽ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിനും പിള്ളേർ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറയും. തിരിച്ച് വരുമ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് വരും. സോ അങ്ങനെയാണ് ഞാൻ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പോയത്. സോ ഞാൻ ഇതുവരെ സ്കൂളിൽ പോയിട്ട് ഭക്ഷണം കൊണ്ടുപോയി കഴിച്ചിട്ടില്ല 5ാം ക്ലാസ്സിന് ശേഷം. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേർ വെള്ളം കൊണ്ടുപോകുന്നു, അമൂൽ സ്പ്രേയുടെ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അന്ന് അമൂൽ സ്പ്രേ പാൽപ്പൊടി ഓർമ്മയുണ്ട്, അമൂൽ സ്പ്രേയുടെ കുപ്പി. ഞാൻ 90s കിട്ടാ, നിങ്ങൾ 80s കിട്ടല്ലേ? ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കും. അമൂൽ സ്പ്രേയുടെ കുപ്പിക്കകത്ത് അന്ന് വെള്ളം കൊണ്ടുവരുന്നത് കുടിക്കാനായി. ഇത്രയുള്ള ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവർക്ക് സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് നേരെ എയർപോർട്ടിൽ പോകണം. സോ ഇന്ന് രാവിലെ 10:30-ക്കാണ് ഫ്ലൈറ്റ്. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ 81ാമത്തെ രാജ്യമായിട്ടുള്ള ബഹാമസിലേക്കാണ്. ഇന്ന് രാവിലെ പോലീസുകാരുണ്ടല്ലോ, എന്നാ പരിപാടി? ചെക്കിംഗ് ആണ്. സ്കൂളിന് വേണ്ടിയിട്ട് സ്കൂളുകാർ മന്ത്ലി അവർക്ക് പേ ചെയ്യുന്നത്. ഒരു സ്കൂളിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി, പിള്ളേരുടെ സെക്യൂരിറ്റി, ബാക്കിയുള്ള സംഭവം. നിയർ ബൈ ഉള്ള ആൾക്കാരൊക്കെ പിള്ളേരെ നടന്നു വന്ന് അതെ പാർക്കിംഗ് അവിടെ പാർക്ക് ചെയ്ത് അങ്ങനെയാ ഇവിടെ പിള്ളേരെ കൊണ്ടുവിടുന്നു. ഓക്കെ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ഒരു റെട്രോ ലുക്കാണ് അല്ലേ ഇവരുടെ സ്കൂൾ ബസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പഴയ തടിലോറിയുടെ ഒരു പക്ഷേ ഇവിടുത്തെ മെയിൻ ഇമ്മാര് കണ്ടം ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഈ സാധനം ഇവിടുന്ന് ഒഴിവാക്കുമല്ലോ. ഇതെടുത്തിട്ട് മോട്ടോർ ഹോം ആക്കുന്ന ടീംസ് ഉണ്ട്, ഫുള്ള് പണിഞ്ഞിട്ട് അതിനകത്ത് അടിപൊളിയാണ്. സ്കൂളിൽ പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടി, അല്ല പിള്ളേരെ കൊണ്ടുവിടാൻ വേണ്ടിയുള്ള ക്യൂ ആണ് കേസ്. ഇവിടെ മുമ്പിലാണെങ്കിൽ മൊത്തം പോലീസുകാരൊക്കെ നിന്ന് കൺട്രോൾ ചെയ്ത് ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ വന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇതേപോലെ ഡ്രോപ്പ് ചെയ്യുന്നത്. അത് വേറൊരു കൂട്ടം ആൾക്കാർ സ്കൂൾ ബസ്സിലും വരും. ടീച്ചർമാരൊക്കെയാണെന്ന് തോന്നുന്നത്. എനിക്ക് കുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത് കണ്ടില്ലേ, കയ്യിൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. ടീച്ചർമാരൊക്കെ വന്ന് ഡോറ് തുറന്നു കൊടുക്കുന്ന കേസ് വണ്ടിയുടെ പിള്ളേരെ റിസീവ് ചെയ്യാനായിട്ട്. നോക്കി, ബൈ, ഹലോ, ബൈ, സീ യു. എവിടെ അവര് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ മിസ് ചെയ്യാം. ബൈ, സീ യു, ബൈ. കാപ്പി കുടിച്ചോണ്ട് പെടുക്കാൻ മുട്ടുവരെ കാപ്പി കുടിച്ചോണ്ട് വയറ് നിറഞ്ഞു, അതാണ്. അത് പ്രശ്നമില്ല. അപ്പോ അലക്സച്ചായോ, നമുക്കപ്പോ ഒരു 1.5 മാസം കഴിഞ്ഞ് കാണാം. ഞാൻ എൻ്റെ കരീബിയൻ ഐലൻഡുകളിലെ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വരുന്നതായിരിക്കും. ഇഫ് യു വോണ്ട് ടു ജോയിൻ സംവെയർ ഇൻ എ കരീബിയൻ കൺട്രി, യു ആർ ഓൾവേസ് വെൽക്കം. പിള്ളേരെ നോക്കാൻ ആളില്ല. ചേച്ചി അപ്പോഴേ അവിടെ തടങ്കലിട്ട്. മഴയായിരിക്കും മമ്മി നാട്ടിൽ നിന്ന്. എന്നാ വരുന്ന മമ്മി? മമ്മി ഒക്ടോബറിൽ വരും. ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും see you again. Bye. തിരിച്ചു വരുമ്പോ ഗിഫ്റ്റിന് വളരെ താങ്ക്സ്. തിരിച്ച് ഞാൻ കരീബിയൻ ഐലൻഡിൽ നിന്ന് വളരെ നല്ല കുറച്ച് ഗിഫ്റ്റുകൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ശരി, ബൈ. സമയങ്ങളുണ്ട്. ഓക്കെ, ബൈ.
ടെക്സ്റ്റ് ചെയ്യണേ ചെല്ലുമ്പോളെ കേട്ടോ. ശരി, നമ്മളപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയാമിയിൽ നിന്നൊരു 50 കിലോമീറ്റർ മാറി ഉള്ള നമ്മൾ നേരത്തെ വന്നിറങ്ങിയ ഫോർട്ട് ലോഡേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടെ നിന്നും ഇതും മയാമി തന്നെയാണ് ബേസിക്കലി, പക്ഷേ കുറച്ച് ദൂരം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബഹാമസിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ജെറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ വിമാനത്തിലാണ് നമ്മൾ ബഹാമസിൽ പോകുന്നത്. നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. കൗണ്ടറിൽ പോലും പോകേണ്ട, ഇവിടെ മെഷീൻസ് ഉണ്ടാവും. ഇതേപോലെ മെഷീനിൽ പോയിട്ട് നമ്മൾ PNR അടിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരെ പോകാവുന്നതേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ പോകുന്ന ബഹാമസിലേക്ക് നമുക്ക് വിസ വേണ്ട, US വിസ മതി. അമേരിക്കയിൽ നമ്മൾ തിരിച്ചിറങ്ങുമ്പം ദർ ഇസ് നോ ഇമിഗ്രേഷൻ. നമ്മൾ ജസ്റ്റ് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് വാസ് വെരി ഈസി, സോ നോ ഹാസൽസ്, നത്തിങ്. ഐ ക്ലിയർ ദ സെക്യൂരിറ്റി ചെക്ക് വിത്തിൻ 5 minutes. അപ്പോൾ നൗ വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ഫ്ലൈറ്റ്. ഇവിടെ എയർപോർട്ടിൽ ട്രിപ്പ് അഡ്വൈസറിൻ്റെ ഒരു ഷോപ്പ് കണ്ടോ? ഞാൻ ആദ്യമായിട്ടുള്ള കാണുന്നത് ഇങ്ങനെ ഒരു സാധനം, ട്രിപ്പ് അഡ്വൈസർ എന്ന് പറഞ്ഞൊരു ഷോപ്പ്. അതിനകത്ത് കുറച്ച് സുവനീഴ്സും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ, ഈ ഹൂഡീസും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്. പക്ഷെ കൊള്ളാമല്ലേ, ഇത് വെറൈറ്റി സാധനമാണ്. ഞാനൊരു ഫ്ലോറിഡ ചോക്ലേറ്റ് വാങ്ങിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ഫോളോവർ എന്നെ മീറ്റ് ചെയ്യാൻ വരും. സോ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്. എനിക്ക് ഉള്ള ഫോർട്ട് ലോഡൽഡേലിൻ്റെ സുവനീർ. ഇവിടെ എയർപോർട്ടിലെ ഫ്ലോറൊക്കെ നോക്കി, സ്വിമ്മിംഗ് പൂളിനകത്തെ ടൈൽസ് പോലെ ഉണ്ടല്ലേ, അടിപൊളിയല്ലേ. ഇത് എന്ത് സംബന്ധിച്ച് മൊസൈക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. മൊസൈക്ക് പോലെ സാധനം ഇട്ടിട്ടാണ് ഇവർ ഈ ഫ്ലോർ റെഡിയാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു കട ഉണ്ട്, അത് മാർക്കറ്റ് ഓൺ ലാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഓട്ടോമാറ്റിക് കടയാണ്, അതായത് ഇവിടെ ആൾക്കാരും ജോലി ചെയ്യുന്നില്ല. സോ കംപ്ലീറ്റ് നമ്മൾ അകത്ത് കയറുക, സാധനങ്ങൾ എടുക്കുക, സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ചിറങ്ങി വരിക. അതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. കണ്ടില്ല, അത് കയറാനും ഇറങ്ങാനും സെപ്പറേറ്റ് ഇത് വഴിയൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഭാവിയിലൊക്കെ ഈ കോസ്റ്റൊക്കെ കൂടുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള കടകളൊക്കെ വരും. അതായത് ഈ സാലറിയൊക്കെ കൂടുന്ന സ്ഥലത്ത് ഭാവിയിൽ ഇങ്ങനെയുള്ള കടകളൊക്കെ വരും. ഇതൊക്കെ വളരെ കോമൺ ആയി തുടങ്ങി ഇപ്പം, പല സ്ഥലത്തും ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. സോ പീപ്പിൾ ട്രസ്റ്റ്, അതാണ്. നമ്മൾ ബഹാമസ് പോകുമ്പോഴത്തേക്കിനും ഒരു ഡിജിറ്റൽ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം. പണ്ടൊക്കെ പേപ്പറായിരുന്നു, ഇപ്പം ഡിജിറ്റൽ അറൈവൽ കാർഡാണ്. ഇതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, എക്സെംപ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട്, EXCMPT ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, പിന്നെ കസ്റ്റംസ് ഡിക്ലറേഷനൊക്കെ നമുക്ക് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനൊരു സംഭവം വരും, ഒരു എൻട്രി കോഡ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും അവിടുത്തെ ഡിസ്പ്ലേയിൽ എൻട്രി കോഡ് കാണിക്കുന്നുണ്ടാവും, എന്താണ് എന്ന് നമ്മൾ ആ ഒരു ടൈം അറിയാൻ വേണ്ടിയായിരിക്കും. ആ എൻട്രി കോഡ് നമ്മളിവിടെ ഒരു 6 digit കോഡാണ്, അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾക്ക് ഒരു QR കോഡ് കിട്ടും. ഈ QR കോഡ് നമ്മൾ അവിടുത്തെ ഇമിഗ്രേഷനിൽ കാണിക്കേണ്ടി വരും. സോ അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന കരീബിയൻ, വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങളിലെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അറൈവൽ കാർഡുകൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ ആരെങ്കിലും കരീബിയൻ ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഐറാലോടെ ഒരു സിം കാർഡ് കിട്ടും, ഐലൻഡ് ഹോപ്പർ എന്നും പറഞ്ഞുകൊണ്ട്. ആ ഐലൻഡ് ഹോപ്പർ സിം കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 26 രാജ്യങ്ങൾ അല്ലെങ്കിൽ 26 ഐലൻഡുകളിൽ നമുക്ക് ആ ഒരൊറ്റ ഈ സിം ഉപയോഗിക്കാൻ സാധിക്കും. ആൻറ്റിഗ, ബർബുഡ, ആൻറ്റിലിസ്, അറൂബ, ബഹാമസ്, ബാർബഡോസ്, ബർമുഡ, ബൊണേർ, കെയ്മൻ ഐലൻഡ്സ്, പിന്നെ കുരസാവോ ഒന്നും ഐലൻഡാണ്. അത് രാജ്യങ്ങളായിട്ട് UN റെക്കഗ്നൈസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ കുട്ടി ഐലൻഡ് സംഭവങ്ങളാണ്. പിന്നെ ഡൊമിനിക്ക, ഫ്രഞ്ച് ഗയാന, ഗ്രനാഡ, ഗൊഡലോപ്പ്, ഗയാന, ഹൈത്തി, ജമൈക്ക, പനാമ, മോൺസ്ട്രാറ്റ്, പോർട്ടോറിക്കോ. ഇത് എല്ലാ രാജ്യങ്ങളൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, പക്ഷേ പോകുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ സെയിൻറ്റ് മാർട്ടിൻ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ടാക്സ് ആൻഡ് കൈക്കോസ് ഐലൻഡ്സ്, അങ്ങനെ പല 26 ഐലൻഡുകളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നമുക്ക് ആ ഒരു സിം കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഐറാലോ പല രാജ്യങ്ങളിൽ, ഞാൻ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഐറാലോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഐറാലോ യൂസ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിമാണ്, നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, നമുക്ക് ഫുൾ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെരി ഈസി, വെരി കൺവീനിയൻറ്റ്. സുജിത്ത് 4285 എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. അതായത് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സുജിത്ത് 4285 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു $3 നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. $3 എന്ന് പറയുമ്പോൾ ഏകദേശം 280-300 രൂപ അടുത്ത് വരും. $3 നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും, എനിക്ക് $3 കിട്ടും. ഒരു റെഫറൽ വിൻ പ്രോഗ്രാമാണ്. അപ്പോൾ $3 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു $5 ഒരു സിം എടുക്കുമ്പോഴത്തേക്കിനും യു ഓൺലി ഹാവ് ടു പേ $2 ദാറ്റ് ടൈം, അല്ലേ? അപ്പോൾ അതാണ് ഈസി ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ചിലപ്പം VPN ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മാത്രമേ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഐറാലോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഐറാലോ ഡൗൺലോഡ് ചെയ്യാം. സോ ഇറ്റ്സ് വെരി ഈസി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഗീവ് എ ട്രൈ. ഇവിടെ നമുക്ക് ബയോമെട്രിക് ബോർഡിംഗ് ആണ്. അതായത് നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്താൽ മാത്രം മതി. പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഒന്നും കാണിക്കേണ്ട, നമുക്ക് നേരെ കയറിപ്പോകാം. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ബഹാമസ് എന്ന് പറഞ്ഞ രാജ്യം. ഇപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് കൊളംബോയ്ക്ക് പോകുന്ന പോലെയാണ്, അത്രയും പോലും ദൂരമില്ല. ജസ്റ്റ് 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ്. അരമണിക്കൂർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഹാമസ് എന്ന് പറഞ്ഞ കുഞ്ഞ് രാജ്യത്തേക്ക് നമ്മളെത്തും. നമ്മളിപ്പോൾ കയറുന്നത് എയർബസ് 220 വിമാനമാണ്.
4 വർഷം പഴക്കമുള്ള ഹായ് ഗുഡ് മോർണിംഗ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ ജെറ്റ് ബ്ലൂ വിമാനം. 21 ആൽഫ. ദിസ് ഈസ് മൈ സീറ്റ്. 21 ആൽഫ അടിപൊളി, നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ഫ്ലൈറ്റ് ആട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവർ. എനിക്ക് ഇതുവരെ യാത്ര ചെയ്തതിൽ ഇവിടെ അമേരിക്കയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റ് ഇതാണ്. ഇതിനകത്ത് ഫ്രീ വൈഫൈ ഉണ്ട്. വൈഫൈ ഫ്രീ ആണ്, യു ഹാവ് ടു പേ. വൈഫൈ ഫ്രീ ആണ്. സോ എവറിത്തിങ് ഇസ് നൈസ്. ഓക്കെ, സോ ജസ്റ്റ് ഹാഫ് ആൻ അവർ നമുക്ക് we will be reaching our 81st country. ഈ ഫ്ലൈറ്റ് പുറമോട്ടെടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ബസ്സിലും ലോറിയിലും ഒക്കെ ട്രക്കിലും ഒക്കെ ക്ലീനർ വന്നിട്ട് സൈഡ് പറഞ്ഞു തരത്തില്ലേ, ബാക്കിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സൈഡ് പറഞ്ഞു കൊടുക്കുന്ന, അതായത് പുഷ് ബാക്ക് ചെയ്യുന്ന ആ ഒരു ആൾക്കാർക്ക് സൈഡ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഈ നടന്നു പോകുന്നത്. കണ്ടോ, കിടക്കുന്ന ഫ്ലൈറ്റ് കൊണ്ടോ. ഡങ്കിൻ്റെ പരസ്യമുള്ള ജെറ്റ് ബ്ലൂ. അതായത് ഡങ്കിൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്റ്റാർബക്സ് ഒക്കെ പോലത്തെ ഒരു കടയാണ്, ഒരു ചെയിനാണ്. അതിൻ്റെ പരസ്യമുള്ള ജെറ്റ് ബ്ലൂ. അത് പൊളിച്ച് ലുക്കാണ്. ഇവിടുത്തെ വിമാനങ്ങളൊക്കെ നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. ആ ഡങ്കിൻ്റെ ഫ്രണ്ടിൽ ബ്ലൂവിങ് ആറ്റിറ്റ്യൂഡ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡാണോ വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പുറത്ത് പീക്കോക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു ജെറ്റ് ഉണ്ട്, സെയിം പീക്കോക്ക് ജെറ്റ് ബ്ലൂ. അതിൻ്റെ മേളിൽ ദിസ് പീക്കോക്ക് ക്യാൻ ഫ്ലൈ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അടിപൊളി ഓരോ എഴുത്തുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സ്പിരിറ്റ് കിടപ്പുണ്ട്, മഞ്ഞക്കിളി, സ്പിരിറ്റിൻ്റെ മഞ്ഞക്കിളി. നല്ല ലുക്കാണ് കാണാനായിട്ട്. ഈ വിമാനങ്ങൾ ഇങ്ങനെ വൈറ്റിലുപരിയായിട്ട് പല കളറും, പ്രത്യേകിച്ച് മഞ്ഞയും റെഡും ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്, അല്ലേ? എൻ്റെ കൂടെയുള്ള ആളില്ല, സീറ്റ് കാലിയാണ്. ഫ്ലൈറ്റ് ഫുള്ളൊന്നും അല്ല, പക്ഷേ ഈ അരമണിക്കൂർ യാത്രയ്ക്ക് ടിക്കറ്റ് റേറ്റ് അത്യാവശ്യമുണ്ട്. ഏകദേശം 15,000 രൂപയായി എനിക്ക് ഇവിടെ നിന്ന് നാസോ വരെ, ബഹാമസിൻ്റെ നാസോ എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ സിറ്റി വരെ പോകുന്ന ഈ ഒരു ഫ്ലൈറ്റിന് കൊടുക്കേണ്ടി വന്നത്. ടേക്ക് ഓഫ് ചെയ്തു. അതിനിടയ്ക്കൂടെ കപ്പലൊക്കെ പോകുന്നുണ്ടോ നോക്കി. പുളി. അത് ഇവിടെ ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അത് പോവാണ് കേട്ടോ. നമ്മുടെ പുതിയ ഫോണിൻ്റെ ക്യാമറ അടിപൊളിയാണ് കേട്ടോ, ഇതിലും ക്യാമറയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലോറിഡ സംസ്ഥാനത്തെ ആ ഒരു സംഭവം. നമ്മൾ ഇത്തവണ മയാമി ബീച്ച് പോയിട്ടില്ല. നമ്മൾ തിരിച്ചു വന്നിട്ടായിരിക്കും നമ്മൾ മയാമി ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മയാമി ബീച്ച് മിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ ടേക്ക് ഓഫ് ചെയ്ത് കടലിൻ്റെ മുകളിലൂടെ അറ്റ്ലാന്റിക് ഓഷൻ നമ്മൾ ഒരു 30 മിനിറ്റ്സ് ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ ബഹാമസിലെത്തും. ഒരു അരമണിക്കൂർ ഫ്ലൈറ്റിൽ അവർ വെള്ളം കൊടുക്കുന്നുണ്ട്. അത് കൊള്ളാം. ചിപ്സ്. താങ്ക് യു. ഓ, ഉപ്പേരി. ഇതിനകത്ത് ഉപ്പേരി കിട്ടും. ഉപ്പേരിയും പിന്നെ കുക്കീസും. അരമണിക്കൂർ യാത്രയിൽ അവർ ഇതൊക്കെ തരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഉപ്പേരിയാണ് കേസ്. അതൊക്കെ അതുപോലെ താഴെ നോക്ക്, വെള്ളത്തിൻ്റെ കളർ നോക്ക്. ഓ, ഇതെനിക്ക് തോന്നുന്നു ആഴം കുറഞ്ഞ പ്രദേശമാണല്ലോ. നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ, ഇനി 10-20 മിനിറ്റ് ഉണ്ട്. എൻ്റെ അമ്മോ, എന്ത് ലുക്കാണ് ഇത്. നമ്മളിനി പോകുന്ന കരീബിയനും വെസ്റ്റ് ഇൻഡീസും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഉള്ള സെറ്റപ്പ് ആയിരിക്കും. അടിപൊളി. ഈ ഭാഗം ഫുള്ള് കടൽ മൊത്തം ഇങ്ങനെ 3000-ഓളം ചെറു ദ്വീപുകളുള്ള ഒരു രാജ്യമാണ് ബഹാമസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആകെ 4 ലക്ഷം ജനസംഖ്യ മാത്രമേ ഉള്ളൂ. ഇതിലേറ്റവും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഐലൻഡാണ് ഇവരുടെ നാസോ എന്ന് പറഞ്ഞ ഇവരുടെ ക്യാപിറ്റലുള്ള ഇവരുടെ ഐലൻഡ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങ് ദൂരെ കുറേ ഐലൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലതിലൊക്കെ ആൾത്താമസമുണ്ട്, ചിലതിലൊന്നും ആൾത്താമസമില്ല. മിക്ക ഐലൻഡുകളിലും എയർ സ്ട്രിപ്പുകൾ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് ഇല്ലേ, പുള്ളിയാണ് ആദ്യമായിട്ട് ഈ ഐലൻഡിലേക്ക് വന്നതും ഐലൻഡ് കണ്ടുപിടിച്ചത്. ക്രിസ്റ്റഫർ കൊളംബസ്, അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസ് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് ഇവിടെ സ്പെയിൻ അവിടുത്തെ കുറേ സ്ലേവ്സ് ആയിട്ടുള്ള കുറേ ആളുകളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബർമുഡയിൽ നിന്നുള്ള ഇംഗ്ലീഷ് കോളനിസ്റ്റുകളാണ് പിന്നീട് ഇവിടേക്ക് വന്നത്. 1718 ഇത് നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഒരു ക്രൗൺ കോളനി ആയിട്ട് മാറി.
അതായത് നമ്മൾ ഇന്ത്യയൊക്കെ കൈയടക്കി വെച്ചിരുന്ന പോലെ തന്നെ ബ്രിട്ടീഷുകാർ കൈയടക്കി വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളിപ്പോൾ പോകുന്ന ബഹാമസ് എന്ന് പറയുന്ന ആ ദ്വീപ്. പിന്നീട് സ്ലേവറീസും അങ്ങനെയുള്ള പല പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്, നമുക്കറിയാമല്ലോ പല പല കാര്യങ്ങളും. അപ്പോൾ ആഫ്രിക്കൻ സ്ലേവ്സ് അങ്ങനെ കുറേ പരിപാടികൾ. ഇവിടുത്തെ 90% ആൾക്കാരും ആഫ്രിക്കൻസ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ 1973 UK നിന്നും ഈ ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടി ഇപ്പോൾ നമ്മൾ കാണുന്ന ബഹാമസ് എന്ന് പറയുന്ന രാജ്യമായി മാറിയത്. ഈ രാജ്യത്തിൻ്റെ ശരിക്കും ഇവർ പറയുന്ന പേരെന്ന് പറയുന്നത് കോമൺവെൽത്ത് ഓഫ് ബഹാമസ് എന്നാണ് പറയുന്നത്. കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ UK ടെറിട്ടറികളും അതേപോലെ തന്നെ UK അടിയിലായിരുന്ന രാജ്യങ്ങളെയാണ് കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുന്നത് അല്ലേ. ഇവർക്കിവിടെ സ്വന്തമായിട്ട് കറൻസിയൊക്കെ ഉണ്ട്, ബഹാമിയൻ ഡോളർ എന്നും പറഞ്ഞുകൊണ്ട് കറൻസിയൊക്കെ ഉണ്ട്. പിന്നെ 4 ലക്ഷം മാത്രമേ ഇവിടുത്തെ ജനവാസമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സോ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കാണാം അല്ലേ. വെയിലും മഴയാണല്ലോ, മഴ പെയ്യുന്നു, അതേപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്. വെയിലും മഴയും നിറഞ്ഞ ബഹാമസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവരുടെ ബഹാമസ് എയർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ? ഓ വാവ്. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ബഹാമസ് നമ്മുടെ അടുത്ത രാജ്യം, 81ാമത്തെ രാജ്യം. വെൽക്കം ടു ബഹാമസ്. Bye-bye. So see you guys after immigration. Let me go. സാധനം കയ്യിലുണ്ട്. Nice meeting you. Nice to meet you, man. Yeah. വണ്ടി എന്തായിരുന്നു എടുത്തോണ്ട് വരണോ? എനിക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. വാഷ്റൂം. I'm sorry I took a long time. I'll tell you how it is, how it went. Yeah. So, what's up, Noel? How are you? I'm good. How are you? എങ്ങോട്ടാ പോണ്ടേ? Straight up. It's a small gift for you. Oh, no, you don't have to do that. It's just a chocolate. I hope you like chocolate, right? Yeah, I like it. Yeah, okay, fine. So, എന്താ വിശേഷം? Yeah, next 3 days completely for you. Really? Yeah. നീ ലീവ് എടുത്തോ? Yeah. Oh my god, അതൊന്നും വേണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നു വർക്ക് അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? It's okay, like ഒന്നുമില്ല. ലൈക്ക് ഞാൻ ആക്ച്വലി ആ ഫോം ഫില്ല് ചെയ്തില്ല. ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്തു. പക്ഷെ അവർ പറഞ്ഞു ടൂറിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഓൺ വെക്കേഷൻ യു ഷുഡ് ഫിൽ ദാറ്റ് ഫിസിക്കൽ ഫോം എന്ന് പറഞ്ഞു. സോ ഇതാണ് നോയൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. സോ പിന്നെ കണ്ടേക്കാൻ വിചാരിച്ചു. സോ നോയൽ 3 ദിവസം ലീവ് എടുത്ത് എൻ്റെ കൂടെ കറങ്ങുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും പോട്ടെ. അപ്പോൾ ഞാൻ പറയാം, കഥയും കൂടെ ഒരുമിച്ച് അങ്ങ് പറയാമല്ലോ, ക്യാമറയിൽ ഇതിലും കൂടെ പറയാമല്ലോ. സോ ഞാൻ ഫോം ഫില്ല് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ക്യൂ എല്ലാം നിന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ലാസ്റ്റാണ് ഇറങ്ങിയത്. അപ്പോൾ ലാസ്റ്റാണ് വന്നത്, കാരണം ഞാൻ ലാസ്റ്റ് റോയിലായിരുന്നത്. എന്നിട്ട് എന്നിട്ട് ഞാൻ ഫോം ഫില്ല് ചെയ്തില്ലായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഫോം ഫില്ല് ചെയ്തിട്ട് ക്യൂവിൻ്റെ പുറകെ പോയി നിൽക്കാൻ പറഞ്ഞു. എൻ്റെ പുറകെ വീണ്ടും 10 പേരുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫോം ഫില്ല് ചെയ്ത് ഞാൻ വന്ന് ഞാൻ അവിടെ പോയി നിന്നു. എന്നിട്ട് US പോലും ഇല്ല ഇത്രയും ക്വസ്റ്റ്യൻസും സംഭവങ്ങളൊക്കെ. എവിടെ താമസിക്കുന്നത്, Airbnb അഡ്രസ്സ് കൊടുത്തു, പിന്നെ റിട്ടേൺ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ദേ ആസ്ക് മീ ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ടിക്കറ്റ്, അതായത് ഞാൻ ഇന്ത്യയിലേക്ക് റിട്ടേൺ പോകുന്ന ടിക്കറ്റിനോട് ചോദിച്ചു. Come on, man. അത് എനിക്കറിയാം. അത് ഇനി നമ്മൾ പോകുന്ന കരീബിയൻ രാജ്യങ്ങൾ പലതും ഇത്തരത്തിൽ തന്നെ ആയിരിക്കും. ഇമിഗ്രേഷനിൽ ദേ വിൽ ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അതങ്ങനെയാണ്, കാരണം ബിക്കോസ് ഓഫ് ഇന്ത്യൻ പാസ്പോർട്ട് നമ്മുടെ ആൾക്കാർ വന്ന് ചാടി പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അങ്ങനെ ആയത്. യു ആർ സിറ്റിസൺ ഹിയർ, റൈറ്റ്? Yeah, Bahamian. എത്ര യു ബോൺ ഹിയർ? No. No. I came here 2009. 2009. For 16 years and recently became the youngest Indian to be a Bahamian. Oh, really? Okay. ഇവിടെ എത്ര വർഷം വേണം? 10 years. Yeah, ഞാൻ ഇവിടെ എഡ്യൂക്കേഷൻ ചെയ്ത കാരണം it was easier for me. Okay. You have to consistently pay for the residency for 10 years straight. Okay. ആദ്യമൊക്കെ എന്തായിരുന്നു 1,000 ആയിരുന്നു, ഇപ്പൊ 3,000 ആയി every year. ഇനി കുഴപ്പമില്ല, ഇനി സേഫ് ആയി അല്ലേ? ഇല്ല, ഇനി പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ നോ പ്രോബ്ലംസ് അറ്റ് ഓൾ. അപ്പോൾ എന്നിട്ട് ഇന്ത്യയിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് എ റിട്ടേൺ ടിക്കറ്റ് ടു ഇന്ത്യ, ബട്ട് ഐ ഹാവ് എ ടിക്കറ്റ് ഫ്രം മയാമി ടു ദുബായ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് എൻ്റെ ദുബായ് റെസിഡൻറ്റ് ID എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ അവിടെ റെസിഡൻ്റ് ആണല്ലോ. അപ്പോൾ എമിറേറ്റ്സ് ID കാണിച്ചു കൊടുത്തു. സോ ദാറ്റ്സ് ഇറ്റ്, ഫൈൻ. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അവരവിടെ ഞാൻ ഫില്ല് ചെയ്ത ഇമിഗ്രേഷൻ ഫോമിൽ എഴുതി വെച്ചു. പിന്നെ അവരുടെ കമ്പ്യൂട്ടറിൽ അവർ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓൾ ദ ഡീറ്റെയിൽസ്. അപ്പോൾ അതാണ്
ഇവിടുത്തെ ഇമിഗ്രേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കുറേ യൂട്യൂബേഴ്സ് ഇവിടെ വന്നിട്ട് ഇമിഗ്രേഷൻ ഭയങ്കര ചൊറയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എസ്പെഷ്യലി ഹിന്ദി വ്ളോഗേഴ്സൊക്കെ. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ബാഗ് കളക്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഒരു കൗണ്ടറുണ്ട്. അവിടെ എന്ന് പറയുന്നത് ഇതാണ് കസ്റ്റംസിൻ്റെ കൗണ്ടറാണ്. അപ്പോൾ ശരിക്കും അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ബാഗൊക്കെ പരിശോധിക്കാം. എൻ്റെ ബാഗൊന്നും പരിശോധിച്ചിരുന്നില്ല. എന്തിനാണ് വന്നേ? നമ്മുടെ വെക്കേഷൻ. ഓക്കെ ഫൈൻ, ഓഗോ എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. സോ വി ആർ ഇൻ ബഹാമസ് ആൻഡ് മൈ 81st കൺട്രി. നീ ഇതുവരെ പിഗൈലൻഡിൽ പോയിട്ടില്ലേ? ഇവിടെ നിന്ന് എല്ലാരും മറ്റേ ഡേ ട്രിപ്പ് പോയിട്ട് വരുന്ന സ്ഥലമില്ലേ? നീ ഇതുവരെ പോയിട്ടില്ല? നീ എത്ര വർഷം ഇവിടെ വന്നിട്ട്? 16 years. Come on man. Yeah. ജോലിയിലൊക്കെ എങ്ങനെയൊക്കെ ടൈം കിട്ടത്തില്ല. This is like going to Agra and taking a local to Taj Mahal which he has not seen എന്നുള്ള പറയുന്ന പോലെ. ഇവിടെ റൈറ്റ് ആൻഡ് ഡ്രൈവാ? ഓക്കെ. ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്. എൻ്റെ വണ്ടി റൈറ്റ് ആണ്. ഓ ഇവിടെ രണ്ടും ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് നൈസ്. അച്ഛനമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? മമ്മി ഹോം മേക്കറാ. പപ്പ എന്തായിരുന്നു അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. Dad has been here for almost 21 years now. ഓക്കെ. ഞാനും മമ്മിയും അച്ചാച്ചയും എന്തായിരുന്നു 16 years. My brother works in Seattle now. സിയാറ്റിൽ. ഓക്കെ. സോ ഈസ് ഇൻ ദി US. ഓക്കെ. എല്ലാം ബീച്ചാണ്, ഫുള്ള് ഐലൻഡ് മൊത്തത്തിൽ ബീച്ചാണല്ലോ. അപ്പോൾ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഇവിടെ നമുക്ക് വൈറ്റ് സാൻഡ് ബീച്ചസ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പണ്ട് ഞാൻ പറഞ്ഞില്ലേ UK കോളനി ആയിരുന്ന സ്ഥലമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലെഫ്റ്റിലാണ്, അതായത് ഇടതുവശത്തുകൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികളും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികളും അങ്ങനെ 2 ടൈപ്പ് വണ്ടികളും ഉണ്ട്. പിന്നെ ഇംഗ്ലീഷാണ് ഇവിടുത്തെ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നത്. കാരണം ഇംഗ്ലീഷാണ് ഇവരുടെ ഭാഷ അല്ലേ. ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ്. ആൻഡ് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു കറൻസി ഉണ്ട്. നമ്മൾ ബർമുഡയിൽ കണ്ട പോലെ തന്നെ സെയിം ഇവരുടെ ബഹാമസ് ഡോളർ, ബഹേമിയൻ. അപ്പം ഇവിടുത്തെ ആൾക്കാരെ ബഹേമിയൻസ് എന്നാണ് പറയുന്നത്. ബഹേമിയൻ ഡോളർ ഉണ്ട്. പിന്നെ ബഹേമിയൻ ഡോളർ ഈസ് ഇക്വലന്റ് ടു US ഡോളർ. അതാണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന പോലെ തന്നെ സെയിം ആണ്. സോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഐ തിങ്ക് പീപ്പിൾ ആർ ഓൾസോ വെരി ഫ്രണ്ട്ലി. ഐ ഗസ് ദീസ് ഐലൻഡ് കൺട്രീസ് പീപ്പിൾ ആർ വെരി ഫ്രണ്ട്ലി. പിന്നെ കുറച്ച് ഒരു ലേഡ് ബാക്ക് ടൈപ്പ് ആൾക്കാരായിരിക്കും അല്ലേ? Really chill, like even though if you don't know them, everybody is really chill, really friendly. It's really nice. Yeah, let's see അങ്ങനെയുള്ള പോകാം. ഇവിടുത്തെ ഒരു പോപ്പുലർ റിസോർട്ട് ആണല്ലേ ബഹാമർ അല്ലേ? ബഹാമർ റിസോർട്ട് ഓൾ ഇൻക്ലൂസീവ് ആണോ? അല്ല, ആയിരിക്കത്തില്ല. ഇവിടെ ഇഷ്ടം അതൊരു വാട്ടർ തീം പാർക്കും ആണെന്ന് തോന്നുന്നു. ആ റിസോർട്ട് കൊള്ളാട്ടോ, നല്ല വലിയ 2 ടവേഴ്സ് ഉണ്ട്. രണ്ടും സെയിം അല്ലേ? ഇതുപോലെ അറ്റ്ലാന്റിസ് ഉണ്ട് ഇവിടെ. അങ്ങനെ കുറെ റിസോർട്ടുകൾ ഇവിടെ ഉണ്ട്. പിന്നെ വാട്ടർ തീം പാർക്സ് ഉണ്ട്. ശരിക്കും US നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ റിസോർട്ടുകളിലൊക്കെ താമസിക്കുന്നു. ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട്സ് ഉണ്ടാവും, അവിടെ താമസിക്കുന്നു. ഇത് ഗ്രാൻഡ് ഹയാത്തിൻ്റെ ആണ് ഈ ബഹാമർ എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട്. ദേ ഹാവ് കാസിനോ ഓൾസോ. കാസിനോയിൽ കളിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദിസ് കൺട്രി ഈസ് ദാറ്റ് എക്സ്പെൻസീവ് ലൈക്ക് ബർമുഡ. ബർമുഡയുടെ അത്ര എക്സ്പെൻസീവ് ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് ഞാൻ പറയാം. ഈസ് ദാറ്റ് എ ടൂറിസ്റ്റ് ബസ്? അത് ടൂറിസ്റ്റ് ബസ് ആണോ അതോ റെഗുലർ ബസ് ആണോ? I think it's like a tourist bus. ഓക്കെ. ഞങ്ങളിങ്ങനെ ബീച്ച് സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഒരാൾ തേങ്ങയായിട്ട് പോകുന്നുണ്ടല്ലേ. ഇവിടെ ഇത് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ തേങ്ങയാണല്ലോ. ഇവിടെ ഇഷ്ടംപോലെ തെങ്ങും തേങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളെ കരിക്കോ തേങ്ങ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ. നമ്മളിപ്പോൾ ഇവരുടെ നാസോ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹോളിഡേ ഇൻ ഉണ്ട്, മാരിയറ്റ് ഉണ്ട്, ലേ മെറിഡിയൻ ഉണ്ട്. അങ്ങനെ കുറേ ഹോട്ടലുകളൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ ഹോട്ടലുകളുണ്ട്. ഇതൊക്കെ ഒരു $200-300 ആ റേഞ്ചിലൊക്കെയാണ് ഇവിടുത്തെ ഹോട്ടൽസിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ Airbnb ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വരുമ്പോഴത്തേക്കിനും Airbnb ഈസ് ദ ചീപ്പസ്റ്റ് ഓപ്ഷൻ. ഈവൻ നമ്മുടെ നാട്ടിലും Airbnb ഈസ് ദ ചീപ്പസ്റ്റ് ഓപ്ഷൻ. പക്ഷെ ഹോട്ടൽസ് ചീപ്പായിട്ടുണ്ട്. പക്ഷെ അത്ര ബഡ്ജറ്റ് ഹോട്ടൽസ് ഒന്നും ഇവിടെ ഒന്നും കിട്ടുകയില്ല. ബ്രിട്ടീഷ് കൊളോണിയൽ എന്താ സംഭവം? ഇത് എംബസി ആണോ? പിന്നെ ഹോട്ടലാണിത്. ബ്രിട്ടീഷ് കൊളോണിയൽ എന്ന് പറഞ്ഞൊരു ഹോട്ടല്. വാവ്. ഡൗൺ ടൗൺ ഏരിയയിൽ ഇവിടെ ആക്ച്വലി 2-3 ക്രൂസ് ഷിപ്പ്, 3-4 ക്രൂസ് ഷിപ്പുകൾ അവിടെ കിടപ്പുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ക്രൂസ് ഷിപ്പുകൾ വരുന്ന സ്ഥലമാണ്. സോ നൈസ്, കൊള്ളാട്ടോ. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ. വേൾഡ് ഫേമസ് ബഹാമസ് സ്ട്രോ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ്. എന്താ സംഭവം? അല്ല, ജസ്റ്റ് ഷോപ്പിംഗ് അല്ലേ? It's all made by locals. You know, they bring their own
local made souvenirs and stuff to Okay. sell. We'll have a look. Yeah, വാ, വരാം. പോയി നോക്കിയിട്ട് വരാം. So, നമ്മളിപ്പോ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റുകൾ മെയിൻ ആയിട്ട് വരുന്ന സ്ഥലമായിരിക്കും. Yeah. What is the name of this place? Downtown. ജസ്റ്റ് ഡൗൺ ടൗൺ അങ്ങനെ പറയുള്ളൂ. Downtown. ഓക്കെ. അപ്പൊ ഇവിടെ ക്രൂസ് ഷിപ്പ് ഒക്കെ വരുന്ന സ്ഥലമാണ്. നമുക്കിവിടെ അവിടെ ആ ഭാഗത്തായിട്ട് 3-4 ക്രൂസ് ഷിപ്പ് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് the main bus system. ഇത് ലോക്കൽ ബസ് ആണോ? Yeah. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. ഡൗൺ ടൗൺ, വെസ്റ്റ് ബേ, കേബിൾ ബീച്ച്, ബ്ലേക്ക് റോഡ്, എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് ദേ ടേക്ക് എ റൗണ്ട് അല്ലേ? Yeah. Every number has its own area. ഇവര് ഹൗ മച്ച് ദേ ചാർജ്? Now it should be like $2. $2. $2. ഓക്കെ. It used to be $125. Senior citizen is probably cheaper. സിറ്റിസൺസിനും ഫോറിനേഴ്സിനും വേറെ റേറ്റ് ആണോ? അല്ല, senior citizens. സീനിയർ സിറ്റിസൺസ്. ഓക്കെ, ഫൈൻ. ഓക്കെ. അപ്പൊ ഈ കാണുന്ന ടൊയോട്ടയുടെ മറ്റേ കോസ്റ്ററോ വാട്ട് ഈസ് ദാറ്റ്? അങ്ങനത്തെ വണ്ടികളാണ് Jitney എന്ന് പറയും. ഇവിടുത്തെ ബസ്സസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും സാധാരണ ഇപ്പോഴാണ് ഒരു കരീബിയൻ വൈബ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പറഞ്ഞില്ല ഈ പാട്ടും കളർഫുൾ കരീബിയൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കളർഫുൾ സ്റ്റഫ്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് പാട്ടുകൾ അല്ലേ, അത് ഒക്കെയുള്ള സംഭവങ്ങൾ. ഇവിടുത്തെ ആൾക്കാരൊക്കെ സംസാരിക്കുന്ന കണ്ടില്ലേ, വെറുതെ സംസാരിക്കുക. അതായത് ഹലോ, ഹൗ യു, ഹായ്, ഹൗ യു എന്നാണ്. ഹായ്. $6. Okay. Do you accept card? It's $20 an hour. Okay. This is such a huge market. Okay. Very big. I give you discount. Okay. Thank you. Appreciate that. Huh? I'm going to give you a bargain. No magnets? $5. You're gonna walk around and come back. Yeah. We'll come back. Thank you. Puligari straight away she's actually offering discount. അല്ലേ? Point ചെയ്താൽ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യും. So നോക്കി കഴിഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സാധനങ്ങളും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഫസ്റ്റ് തിങ് in a country is buying a souvenir, so we'll get it. ഈ മുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുൾ തടിയും കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങൾ. It's very hot inside. yeah. So we should appreciate the people who are sitting here. Even വരുന്ന ആൾക്കാരും എല്ലാവരും ഈ പറഞ്ഞ പോലെ നല്ല ചൂടാണ് ഇതിനകത്ത്. ബഹാമസിൻ്റെ മണി അപ്പോൾ ഭയങ്കര വിലയാണ് സോനീറിനൊക്കെ. ഒരു മാഗ്നറ്റ് ഒരു മണിയും കൂടെ വാങ്ങിച്ച് $27. ബ്രിട്ടൻ്റെ കോളനി ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയുള്ള അത്തരത്തിലുള്ള പഴയ ഈ സാധനമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. Wow, they have some modified cars and jeeps. ഇവിടെ നല്ല കളർഫുൾ കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക്? നല്ല ഡിഫറെൻറ്റ് കളറിലുള്ള കെട്ടിടങ്ങൾ നല്ല ഭംഗിയോടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന സംഭവം. ഐ ഷുഡ് ഹാവ് ഷോപ്പ് ഹിയർ ഫസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് സുവനീർ ഷോപ്പ്. നോവൽ പറയുന്നത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ സ്ലേവ്സിനെ കൊണ്ടുവന്നിട്ട് സ്ലേവ് ട്രേഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണെന്നാണ് പറയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. സോ ഇത് ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ ഇപ്പുറത്ത് നമുക്കിവിടെ പോർട്ട് കാണാം. ആൻഡ് അവിടെ കുറേ ഷിപ്പ് കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ക്രൂസ് ഷിപ്പുകൾ കിടക്കുന്ന കാണാം. 1, പിന്നെ 2, 3 എനിക്ക് ഇവിടെ നിന്ന് കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നത് 4 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ലിറ്ററലി 3 കാണാൻ പറ്റുന്നുള്ളൂ. ഒരെണ്ണം അതിൻ്റെ പുറയിലും കിടപ്പുണ്ട്. അപ്പോൾ 3 കപ്പലുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ടാവും മിക്കവാറും കണ്ടില്ലേ. പിന്നെ ഇവിടെ നിന്ന് കുറേ ബോട്ടുകളൊക്കെ ഇതേപോലെ ഇവർ വിളിച്ച് പല സ്ഥലങ്ങളിലേക്ക് കണ്ടോ പ്രൈവറ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പല സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പല ഐലൻഡുകളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഓളമായില്ലേ. നമ്മൾ ബർമുഡ പോയപ്പോൾ ഓളമൊന്നും ഇല്ലായിരുന്നു. അത് മൊത്തം റിച്ച് പീപ്പിൾസ് സ്ഥലമായിരുന്നു. ഇതും കാശൊക്കെ വേണം, ചിലവാ. പക്ഷെ എന്നാലും ഒരു ചെറിയ ഓളമുണ്ട്, പാട്ടും ബഹളവും അതും ഇതൊക്കെ ആയിട്ട്. ഇങ്ങനത്തെ ടൂറിസ്റ്റുകളെ അല്ല നമ്മൾ ബർമുഡയിൽ കണ്ടത്. ഇവിടെ സെൻറ്ററിൽ ഡിഫറൻറ്റ്. ഇവിടെ പല ആൾക്കാരെ കാണാൻ സാധിക്കും നമുക്ക്. ഇങ്ങനെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ, പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഈ കപ്പലിൽ വന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണ്. ഈ കരീബിയൻ ദ്വീപുകളിലെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കപ്പലിൽ വരുന്ന പാസഞ്ചേഴ്സിനെ ആയിരിക്കും. വിമാനത്തിൽ വരുന്ന ആൾക്കാരെക്കാട്ടി കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഷിപ്പിൽ വരുന്ന ആൾക്കാരാണ്. പക്ഷേ അങ്ങനെ ഷിപ്പിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വി ഗെറ്റ് ഓൺലി 1 day ടു എക്സ്പ്ലോർ ദ ഐലൻഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ കൂടുതലും ആൾക്കാർ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചുറ്റിപ്പറ്റി കറങ്ങി പോകത്തേ ഉള്ളൂ. ഇവിടെ ഒരു ചേട്ടൻ സുവനീർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കി. Swimming pig? Yeah, swimming pig. Okay. This package right here.
How many people? 2 people. Okay, I will do you for 120 a person. 120 per person. Yeah, you can snorkel and you can swim with the pigs Okay. and you can have free rum punch. Okay. So do you have any other package? That is longer and that's more money. Oh, okay. Now this one you can go for 1 hour Uh-huh. and you can see all of Nassau, all of Paradise Oh, Island, okay. celebrity houses. All right. Okay. Fine. Thank you. I'll come back. ഇതാണ് ഇവിടുത്തെ ക്രൂസ് ടെർമിനൽ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ എയർ ആംഫി തിയേറ്റർ പോലത്തെ ഒരു സ്ഥലമാണ്. കണ്ടോ നോക്കി, അതിൻ്റെ ബാക്കിൽ കപ്പലുകളൊക്കെ കിടക്കുന്നു. എത്ര വൃത്തിയോടുകൂടിയാണ് ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ക്രൂസ് ടെർമിനലിൻ്റെ മുമ്പിലൂടെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന കച്ചവടക്കാരും പിന്നെ അങ്ങനെയുള്ള ബാക്കി പല ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കാം. I can't see you. I am watching your ആണോ? video. Yeah. താങ്ക് യു. എന്താ പേര്? എൻ്റെ പേര് സോണി. എവിടെന്നാ? നല്ല ഗുഡ് കമന്റ് ഒക്കെ ഈ ഇടയ്ക്കിട്ടായിരുന്നു. ആണോ? എവിടെയാ നിങ്ങളുടെ സ്ഥലം? ന്യൂയോർക്കോ? ന്യൂയോർക്ക്. സോ നിങ്ങൾ ക്രൂസിലാണോ? ക്രൂസിൽ. ഞങ്ങൾ ഇതിനാണ്. നിങ്ങൾ ഏതിനാണ്? ഞാൻ ഫ്ലൈറ്റിലാണ് വന്നത്. ഇങ്ങോട്ടില്ലേ? അതെ. ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് ക്രൂസ് എടുത്ത്. ഓക്കെ. എത്ര ദിവസത്തെ ട്രിപ്പാ? ഒരാഴ്ച. അപ്പോൾ എവിടെയൊക്കെ പോകുന്നുണ്ട്? അവിടെ ഒർലാൻഡോയിൽ പോയായിരുന്നു. ആ. അവിടെ ഒരു ഉച്ചയ്ക്ക് മുമ്പേ വന്നിട്ട് വൈകിട്ട് കയറ്റി. ആ. അത് ഇതാരാന്നോ പരിചയപ്പെടുത്തി. ഇത് അയ്യോ സോറി ഇത് നോയൽ ഇവിടുത്തുകാരനാണ്. നാട്ടിൽ കോട്ടയം. ഐ തിങ്ക് നിങ്ങളും കോട്ടയമാണെന്ന് തോന്നുന്നല്ലോ. ഒന്നും അറിയത്തില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു ഗ്രൂ അപ്പ് ആയത്. I was just born in കോട്ടയം and then we went to North India, then my family came to the Bahamas. നിങ്ങൾ എവിടെയാ നാട്ടില്? നാട്ടിൽ കോട്ടയം. കോട്ടയം. ആ ഓക്കെ. ചേട്ടന്റെ ഭാഷ കേട്ടാ അറിയില്ലേ കോട്ടയമാണത്? ആണ് മറകാട്. ഞങ്ങൾ നാഗപുരം ടൗണിൽ തന്നെയാണ്. ഞാൻ കോഴഞ്ചേരി, ഇപ്പൊ എറണാകുളത്ത് താമസിക്കുന്നു. ആണല്ലേ? യെസ്. എന്താ ഈ രണ്ടാമത് വന്നിട്ട് വൈഫിനെ കൂട്ടിക്കൊണ്ടുപോയാ പിന്നെ വരാലോ. ആദ്യത്തിനകത്ത് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന ആർക്കും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അല്ലേ? എല്ലാരും ചോദിക്കുന്ന വൈഫിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. നെഗറ്റീവായിട്ട് പറഞ്ഞ കൊച്ചിന്റെ ഒക്കെ കളിയും ചിരിയൊക്കെ കാണാനും അത് നമുക്ക് പിന്നെ പോവാലോ. ചേട്ടാ ഭയങ്കര കാശ് ചെലവാണ് ചേട്ടാ. ഒറ്റയ്ക്ക് തന്നെ കറങ്ങിട്ട് കാശ് ചെലവാ. അപ്പൊ പിന്നെ ഫാമിലി കൂടെ വന്നു കഴിഞ്ഞാല് ഇത് പിന്നെ പതുക്കെ വരാമല്ലോ. ഞാൻ ആദ്യം ഇതൊക്കെ തീർക്കട്ടെ. ഇനി വേറെ ഐലൻഡിൽ പോകുന്നുണ്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെ കൊക്കോക്കെ എന്ന് പറഞ്ഞൊരു ഐലൻഡ്. പ്രൈവറ്റ് ഐലൻഡ്. പ്രൈവറ്റ് ഐലൻഡ്. ഓക്കെ. അവിടെ അത് നാളെ ചെന്നിട്ട് വൈകിട്ട് വരെ അവിടെ പരിപാടി കൂടിയല്ല. തീറ്റാകുടി ഇതിനകത്തെല്ലാം ക്രൂസ് കയറിയിട്ടില്ല. ഉണ്ട്. അവിടെ ആയിരിക്കും. ഞാൻ നാട്ടിൽ ഏഷ്യയില്. അതെ. ഇന്നലെ സന്തോഷം കണ്ടതിൽ നിങ്ങൾ എൻജോയ് ചെയ്യൂ. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ കറങ്ങി. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇന്ന് ജസ്റ്റ് ഇതിലേക്ക്. അതെ. അപ്പൊ ശരി, കാണുന്നുണ്ട്. സന്തോഷം. താങ്ക് യു. മനസ്സിലായി. എന്നെ വിളിച്ച് നോക്കിയപ്പോ എന്നെ അറിയായിരുന്നു. സാറ് നോക്കിയിട്ട് ഞാനെപ്പോഴും ഇടുന്ന പോസിറ്റീവ് കമന്റുകളാണ്. ഓ ശരി. ഞാൻ ചിലവന്മാരൊക്കെ ഇങ്ങനെ ഉരുപൊട്ടതൊക്കെ ഇടുന്നുണ്ട്. ഇടുന്നത് രസമല്ലേ ആൾക്കാർക്ക്? ഇടട്ടെ, രസമല്ലേ ആൾക്കാർ? ആദികളെന്ന് പറഞ്ഞാൽ അതാണത്. ബോസിന്റെ ശരി. ബോസിന്റെ അവൻ മലയാളം. ചേട്ടന്റെ പേരെന്തായിരുന്നു? സോണി. ചേച്ചിന്റെ ലവ്ലി. അപ്പൊ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? ഞങ്ങൾ രണ്ടുപേരും. ആ ശരി. ഓക്കെ. വെരി ഗുഡ്. ന്യൂയോർക്കില് വന്നൊന്ന് പോയെന്ന് അന്ന് കണ്ടായിരുന്നു. എന്തായാലും സന്തോഷം കാണാനായിട്ട്. കണ്ടേ സന്തോഷം. ശരി എന്നാ നീങ്ങട്ടെ. യെസ്. സീ യു. ബൈ. നമ്മളെ മുടി ഇവർ സെറ്റ് ആക്കത്തില്ലേ? ഇവര് കൊച്ചു അവിടെ ഇരുന്ന് കരയുന്നു. ഇത് പെയിൻഫുള്ളാ? ആണോ? ഹെയർ ബ്രീഡ് ചെയ്യാന്ന് പറയും. അയ്യോളാ പാവം അവരിന്ന് കരയുകയാണ്. കഷ്ടമുണ്ട്. അത് കൊള്ളാം. നമുക്ക് നീളം മുടി ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഹെയർ ബ്രീഡ് ചെയ്ത് തരും. അതാണ് അവിടുത്തെ പരിപാടി. പക്ഷെ എന്ത് തിരക്കല്ലേ? 3-4 കപ്പലല്ലേ വന്നേക്കുന്നത്. അപ്പൊ പിന്നെ തിരക്ക് ഇല്ലാണ്ടിരിക്കുവോ? ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. നല്ല വൈബാണല്ലോ ഇവിടെ ഫുള്ള്. വന്നപ്പോ തന്നെ ഫസ്റ്റ് തന്നെ ഇതെന്താണ് ഇവരെല്ലാം മറ്റേ ഈ should be cocktails, right? Yeah. ഒരു കോക്ടെയിൽ. ഒരു പോപ്പുലർ ഡെസേർട്ട് ടൈപ്പ് ഡൈക്രി എന്ന് പറയും. It's like a slushy type, but it's much more consistent, much more thicker. Okay. Yeah, it's really nice. They have alcoholic daiquiri and non-alcoholic. ഓക്കെ. അങ്ങനെ ഷോ തീർച്ചയായും ട്രൈ ചെയ്യാമല്ലോ നമുക്ക്. അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് ഇവിടെ. Thank you guys. See you.
ഈ കാണുന്നത് ഇവിടെ നാസോയിലെ പാർലമെന്റ് സ്ക്വയർ എന്ന് പറഞ്ഞ ഏരിയ ആണ്. അപ്പൊ ഇത് ഇവിടുത്തെ പാർലമെന്റ് ആണ്. ഹൗസ് ഓഫ് അസംബ്ലിയും സെനറ്റും ഒക്കെ ഈ കാണുന്ന ബിൽഡിങ്ങുകളിലാണ്. അതിന് മുമ്പിലായിട്ട് നമുക്ക് വിക്ടോറിയയുടെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കും. സോ വിക്ടോറിയയുടെ സ്റ്റാച്ചു എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഈ കാണുന്ന ബിൽഡിംഗ്, പിങ്ക് കളറിലെ ബിൽഡിംഗ്, പാർലമെന്റ് ബിൽഡിംഗ്. പിന്നെ കൊള്ളാം ഈ ഒരു ടൗൺ ഏരിയ, പ്രത്യേകിച്ച് ഡൗൺ ടൗൺ ഏരിയ ഈസ് റിയലി നൈസ്. ഇതുപോലത്തെ വലിയ ഉയരമില്ലാത്ത കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവിടെ നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടല്ലോ. ഇന്ത്യൻ ഫ്ലാഗ് അല്ലേ അത്? ആണോ? ആ, ഇന്ത്യൻ ഫ്ലാഗ് ആണല്ലോ. അതെന്ത് ബിൽഡിംഗാ? സാധാ ഷോപ്പിംഗാ? ആ, കൊള്ളാലോ. അവിടുത്തെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. പല രാജ്യങ്ങളുടെ ഫ്ലാഗ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. ഈ വണ്ടി കണ്ടോ വേഴ്സയ്ക്ക്? ലിങ്കന്റെ ഒരു ലിമോസിൻ വണ്ടി. നട്ടുച്ച വെയിലത്ത് ഉടുപ്പിടാതെ ഇത്തരത്തില് ഓടി പോകുന്ന കുറെ ആൾക്കാരെ അമേരിക്ക പോലെ ഞാൻ കാണുന്നതാണ്. Area it's like a local area for all the locals here. Okay. Like small stalls. ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ. ഇനിയിപ്പോ നമുക്ക് ലോക്കൽസ് ഒക്കെ താമസിക്കുന്ന സ്ഥലത്തേക്കാ പോകുന്നത് അല്ലേ? റെസ്റ്റോറൻറ്റ്സ് മാത്രമായിട്ട്. ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ആ കാണുന്നതാണ് അറ്റ്ലാന്റിസ് ഹോട്ടല്. ഇത് അവിടേക്ക് പോകുന്ന ഒരു പാലമാണ്. സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നോയൽ വർക്ക് ചെയ്യുന്ന സ്ഥലം അല്ലേ? നോയൽ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോർട്ടിലാണ്. സോ ആ പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ചരക്കുകൾ കസ്റ്റംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്ഥലങ്ങളിൽ വരും ആ കപ്പലുകളൊക്കെ. എന്നിട്ട് ഇവിടെ നിന്നും ഏകദേശം 700ഓളം വരുന്ന മറ്റ് പല ആളുകൾ താമസിക്കുന്ന ദ്വീപുകളുണ്ട് നമ്മുടെ ബഹാമസിന്. അവിടേക്ക് കൊണ്ടുപോകുന്ന ലോക്കൽസ് ആയിട്ടുള്ള ആളുകളുടെ സാധനങ്ങളാണ്. അതിൽ ഗ്യാസ് കുറ്റി മുതൽ ഫുഡ് ഐറ്റംസും പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസും അങ്ങനെ പല പല സംഭവങ്ങളുണ്ടാവും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ട് പുറകിലങ്ങ് ദൂരെ നമുക്ക് അറ്റ്ലാന്റിസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഇവരുടെ കമ്പനിയുടെ ഇതാണ്, മറ്റേ കപ്പലാണ്, ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലാണിത്. ഹായ്, നൈസ് ടു മീറ്റ് യു. ഹൗ ആർ യു? I'm okay. He's an operational manager. Oh, really? Yeah. Okay. Yeah, hi. Yeah, that's Captain Chico. Okay. ഇത് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും യു എസ് നിന്ന് ആയിരിക്കത്തില്ലേ വരുന്നത് ഇവിടെ അല്ലേ? മെയിൻലി നമ്മൾ ഇമ്പോർട്ട് ഒക്കെ ഇത്രയും ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ 4, ഞാൻ പറഞ്ഞില്ലേ 4 ക്രൂസ് ഷിപ്പ് ഉണ്ടെന്ന്. ആ 4 അവിടെ ഇങ്ങനെ നിരന്ന് നടക്കുന്നുണ്ടോ? അതിൽ വലിയ ഒരെണ്ണമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കപ്പലിലേക്ക് കയറുന്നത്. ഇതിന്റെ മേളിൽ കയറാം അല്ലേ? ക്യാപ്റ്റന്റെ സ്ഥലം. ഓ, ഇതില് സെയിലിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും. ഇത് നമ്മളുടെ ഫ്ലീറ്റിലെ കപ്പലിലെ കപ്പിത്താന്റെ മുറിയാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ ഇരുന്നാണ് ഇവർ ഈ സാധനം ഓടിക്കുന്നത്. കപ്പൽ എന്ന് പറയാൻ പറ്റത്തില്ല ഇതിനെ. what do you call for this? ഓക്കെ. അപ്പം 4 കപ്പൽ അവിടെ ഇങ്ങനെ നിരന്ന് നടക്കണം കാണാനായിട്ട്. നൈസ്, നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് നമ്മുടെ അറ്റ്ലാന്റിസ്. ദുബായിലെ അറ്റ്ലാന്റിസും ഏകദേശം ഇതേപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. എനിക്കൊന്ന് അറ്റ്ലാന്റിസിന് വേൾഡ് വൈഡ് അവർ ഈ ഒരു ഷേപ്പിലാണ് തോന്നുന്നു പണിയുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തും നമുക്ക് അറ്റ്ലാന്റിസിന് തന്നെ വേറെ 2 ടവർ കാണാൻ സാധിക്കും. അവിടെയുണ്ട് ധാരാളം ജോലി ചെയ്യുന്ന മലയാളികളും ഇന്ത്യക്കാരും, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ നോക്കി, നല്ല ആഴമുണ്ട്, പക്ഷേ താഴെ വരെ നമുക്ക് കാണാം. ശരിക്കും ഐലൻഡുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം എക്സ്പെൻസീവാണ് കാര്യങ്ങളെന്നൊന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് സാധനവും മെയിൻലാൻഡിൽ നിന്ന് വരണം, എല്ലാ സംഭവങ്ങളും, എന്ത് കാര്യങ്ങളും. അവിടെ ഒരു വീട് വെക്കണേ പോലും ഈച്ച് ആൻഡ് എവറിത്തിങ് മെയിൻലാൻഡിൽ നിന്ന് വരണം. അപ്പോൾ അതാണ് നമ്മളീ പോകുന്ന ഐലൻഡ് രാഷ്ട്രങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് തിങ്സ് ആർ ബിക്കമിങ് വെരി എക്സ്പെൻസീവ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ എന്തോരം സാധനങ്ങളാണ് കയറി പോകുന്നത് അല്ലേ? ഞാൻ നിങ്ങൾ അവിടുന്ന് കൈ കാണിച്ച് വിളിച്ചാൽ എവിടെ നിന്ന് നിങ്ങൾ ഈ വണ്ടിയിൽ ഇരുന്ന് പോയിരുന്നത് കണ്ടില്ലല്ലോ. ഇത് സുചിത്താണല്ലോ നടത്തുന്നത്. ശരി. എന്താ ചേട്ടൻ്റെ പേര്? എന്റെ പേര് പോള്. ആണോ? എന്റെ പേര് പെരുമ്പാവൂര്. ഇവിടെ വർക്ക് ചെയ്യാ? ഇവിടെ വർക്ക് ചെയ്യും. ഞാൻ ഈ ബഹാമസ് ഫെറീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. കമ്പനിയില് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഫെറി ആണോ? ഫെറി എന്ന് പറയുമ്പോഴത്തേക്കിനും ഐലൻഡിലേക്കൊക്കെ പോകും. പാസഞ്ചേഴ്സ് ഉണ്ട്, വണ്ടി കൊണ്ടുപോകും. വണ്ടി കൊണ്ടാൻ പറ്റും. ഇതോട്ടോ. അത് ശരി. യുഎസിലേക്കൊക്കെ പോകും. ആണോ? യുഎസിലേക്ക് ഫെറി ഉണ്ട് ഇവിടുന്ന്? ഫെറി ആൾക്കാരെ കേട്ടില്ല. ആൾക്കാരെ കേട്ടില്ല. ഓക്കെ, പ്രശ്നമാണല്ലോ. അതെ. ഓക്കെ, വെരി ഗുഡ്. കാണാൻ പറ്റിയ വലിയ സന്തോഷം. എത്ര വർഷമായി ഇവിടെ? ഞങ്ങൾ 17 വർഷം. ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. സന്തോഷം കണ്ടതിൽ. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒത്തിരി കാണാറുണ്ട്. താങ്ക് യു. വലിയ മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എപ്പോഴും. ഇപ്പൊ വന്നതേ ഉള്ളൂ. വരുന്ന വഴിയാ. ഞാൻ പെട്ടെന്ന് ഇതിന്റെ അടുത്ത് ഇത് കണ്ട് പരിചയമുണ്ടല്ലോ. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ശരി, സന്തോഷം ചേട്ടാ. കാണാം. ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ.
ശരി. എന്ന് പോകും? ഞാൻ 2-3 ദിവസം ഉണ്ട്. ഇവിടുത്തെ ഒരു ലോക്കൽ ബാറും ഫുഡ് സ്റ്റോപ്പൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ കള്ളു കുടിക്കാനും ബിയർ കഴിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് വരുന്ന കുറച്ച് കടകളാണ് നമുക്ക് ഇങ്ങനെ ഈ നീണ്ടു നിവർന്ന് നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ നോക്കി. വി ഡോണ്ട് ചിൽ വി ഗ്രിൽ, ഐലൻഡ് ഡിലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കടകളുണ്ട്. ഈ സാധനം കണ്ടോ, ബഹാമസ് ഗൂംബെ പഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊക്കക്കോളയുടെ ഒരു ഡ്രിങ്കാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം കാണുന്നത്. ഇത് ഇവിടെ ബഹാമസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന, ബഹാമസ് ഓൺലി ആണോ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ടേക്ക് അവേ എടുത്തു. സോ വി ഗോൺ ഹാവ് ദാറ്റ് ഇൻ ദ ബീച്ചിൽ പോയി കഴിക്കാൻ തീരുമാനിച്ചു. കൊള്ളാമല്ലോ സാധനം, നല്ല രസമുണ്ട്. നമ്മുടെ ഫാൻറ്റയൊക്കെ പോലെ ഉണ്ട്. കൊള്ളാലോ, ഇതൊരു വെറൈറ്റി ടേസ്റ്റ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ആ മെക്സിക്കൻ ഡ്രിങ്ക് ഉണ്ടല്ലോ, ജെറിറ്റോയോ അതുപോലെ. ഓക്കെ, സോ മൊണ്ടേഗു ബീച്ച് അല്ലേ? മോണ്ടഗ്യൂ ബീച്ച്. അങ്ങനെ മോണ്ടഗ്യൂ ബീച്ചിൽ നമ്മൾ വന്നു. എന്നിട്ട് നമ്മൾ കഴിച്ച ഫുഡൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഇത് എന്ത് ഗെയിമാണ് കളിക്കുന്നത് ഇവരിവിടെ? ഡൊമിനോസ്. സോ ഹൗ ദേ പ്ലേ? അത് എന്താണ് സംഭവം? ഓക്കെ, സോ ഈവനിങ് മേ ബി വി ക്യാൻ സീ ഐ ഗസ് അല്ലേ? യങ്സ്റ്റേഴ്സ് ആണോ പ്രായമായിട്ടുള്ള ആൾക്കാരാണോ? പ്രായമുള്ള ആൾക്കാർ അവിടെ വന്ന് അവർ ഇവിടെ ഇരുന്ന് ബീച്ചിൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ കളിക്കുന്ന ഒരു സ്ഥലമാണിത്. സോ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ ഒരു ബാറൊക്കെ ഉണ്ട്. ഇഫ് യു വാണ്ട് സം ഡ്രിങ്ക്സ് ഒക്കെ ഗ്രാബ് ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാം. ടൂറിസ്റ്റുകളും ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരുന്ന ഒരു ബീച്ച്. സോ ഗൈസ് നോക്കൂ, നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് ആക്ച്വലി ഒരു ലെമൺ ചിക്കൻ ബൗൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ചോറുണ്ട്, പിന്നെ ലെമൺ ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനത്തെ എന്തോ ഫ്ലേവറിലുള്ള ചിക്കനാണ്. അതിങ്ങനെ ഗ്രില്ല് ചെയ്തതാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് പഴുത്ത പഴം, അത് ചെറുപഴമാണ്. ചെറുപഴം ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്രില്ല് ചെയ്തിട്ട് ചുട്ട് വെച്ചിരിക്കുകയെന്നൊക്കെ വേണം പറയാം. പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഫുഡ്. എൻ്റെ കൂടെ എന്തോ കെച്ചപ്പ് പോലത്തെ മയണീസ് ആണ് തോന്നുന്നു അല്ലേ? സ്പെഷ്യൽ സോസ് പോലെ അല്ലേ? ഓക്കെ, ഇതിലൊരു ചെറിയ മധുരിപ്പുണ്ട് അല്ലേ? ഒരു മധുരി കരീബിയൻ ഫുഡല്ല അങ്ങനെയാണ് തോന്നുന്നു. ഇവരങ്ങനെ സ്പൈസി ഫുഡ് അങ്ങനെ കഴിക്കില്ല അത്ര ഇങ്ങനെ സ്പൈസ് നമ്മളുടെ പോലത്തെ സ്പൈസ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, നൈസ്.